അഭിനയത്തിലൂടെ തലമുറകളെ വിസ്മയിപ്പിച്ച മെഗാസ്റ്റാർ മമ്മൂട്ടി ആദ്യമായി എഴുതിയ ഒരു ചെറുകഥ പുറത്തുവിട്ടിരിക്കുകയാണ് നടനും എഴുത്തുകാരനുമായ വി.കെ. ശ്രീരാമൻ. സുഹൃത്തുക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് മമ്മൂട്ടി തന്റെ ആദ്യ കഥ പങ്കുവച്ചതെന്ന് ശ്രീരാമൻ പറയുന്നു. ആ കഥ ശ്രീരാമൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് ഇത് പുറം ലോകമറിഞ്ഞത്. മമ്മൂട്ടി എഴുതിയ ആ കഥ ഇതാണ്. വനത്തിലെ ആദിവാസി ഊരിലാണ് ഷൂട്ടിംഗ്. അഭിനയിക്കാനായി പരിശീലനം സിദ്ധിച്ച 3 പിടക്കോഴികളെയും ഒരു പൂവൻ കോഴിയെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഷൂട്ടിംഗ് ഇടവേളയിൽ സുന്ദരിയായ ഒരു പിടക്കോഴിയും പൂവൻ കോഴിയും പരസ്പരം കലഹിക്കുന്ന രീതിയിലുള്ള ചില ചേഷ്ടകൾ കാണിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചതാണ്. അങ്ങനെ ഇന്നലത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞു. ഇന്ന് രാവിലെ ലൊക്കേഷനിലെത്തിയപ്പോൾ ഇന്നലത്തെ പിടക്കോഴിയെ കാണാനില്ലെന്നുള്ള വാർത്തയാണ് എന്നെ എതിരേറ്റത്. ചിത്രത്തിന്റെ നിർമ്മാതാവെന്ന നിലയ്ക്ക് കോഴിയെ തിരിച്ചേൽപ്പിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. എത്രയും പെട്ടെന്ന് മേൽപ്പറഞ്ഞ കോഴിയെ കണ്ടുപിടിക്കണമെന്ന് നിർമ്മാണ കാര്യദർശിയോട് ഞാൻ നിർദ്ദേശിച്ചു. സുന്ദരിയായ ഈ കോഴിക്കുട്ടിയെ പൂവൻ കോഴി പീഡിപ്പിച്ചു കാണുമോ എന്നായിരുന്നു എന്റെ ഭയം. എന്നാൽ തികച്ചും നിസ്സംഗനായി തീറ്റ കൊത്തി തിന്നുന്ന പൂവൻ കോഴിയെയാണ് ഞാൻ അവിടെ കണ്ടത്. സുന്ദരിക്കോഴിക്ക് എന്തുപറ്റിയെന്ന ആശങ്കയായിരുന്നു എനിക്ക്. അവളുടെ തൂവലുകളുടെ ചന്തവും കോഴിനടയും കൊക്കുമെല്ലാം എന്റെ മനസ്സിലൂടെ കടന്നുപോയി. ഷൂട്ടിങ്ങിന് കൊണ്ടുവന്ന ഒരു കറുത്ത പട്ടിയെ എനിക്ക് സംശയമുണ്ടായിരുന്നു. അവനെങ്ങാനും ഇരുട്ടിന്റെ മറവിൽ തട്ടിയതായിരിക്കുമോ? അങ്ങനെ പലതും ചിന്തിച്ച് കുറേ നേരം ഞാൻ അങ്ങനെയിരുന്നു. 1 മണിക്കൂറിനു ശേഷം നിർമ്മാണ കാര്യദർശി വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. എന്റെ സുന്ദരിക്കോഴി സുന്ദരനും മല്ലനുമായ ഒരു കാട്ടുകോഴിയുമായി ഒളിച്ചോടിയത്രേ. ഞാൻ പൂവൻ കോഴിയെ നോക്കി. അവന്റെ നിസ്സംഗതയുടെ അർത്ഥം നഷ്ടബോധമാണെന്ന് എനിക്ക് മനസ്സിലായി. ഷോട്ട് റെഡി. സഹസംവിധായകൻ വന്നു വിളിച്ചു. പൂവൻ കോഴിയുടെ വിരഹദുഃഖവും പേറി ഞാൻ ഷോട്ടിലേക്ക്. ഏതായാലും മമ്മൂക്കയുടെ ആദ്യ കഥ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ്. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്.